പഠിച്ചവനെ രോഗം പിടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ രോഗികളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, പലരും പറയാറുണ്ട് അവന് ചെയ്തു കൂട്ടിയതിന് പാപത്തിന് അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, രോഗം അല്ലാഹു ഒരടിമയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ക്യാൻസർ രോഗമുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ രോഗം വരരുതെന്നാണ്, എല്ലാവരും ദുആ ചെയ്യുന്നത് ആ രോഗം വരരുതെന്നാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ക്യാൻസർ രോഗം പിടിച്ച മനുഷ്യനുണ്ടല്ലോ, നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് ആ ക്യാൻസർ പിടിച്ചവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത് അല്ലാഹുവേ ക്യാൻസർ തരരുതെന്ന. എന്താ കേട്ടോ, ക്യാൻസർ രോഗം പിടിച്ച ഒരു മനുഷ്യന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഇത് വരാത്തവൻ പറയുവത്രേ, എനിക്ക് ഈ രോഗം പോലും വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ക്യാൻസർ 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. ഈ രോഗം വന്ന് മരിച്ചവന് ഷഹീദിന്റെ കൂലിയ. നാളെ ഒരു ശുഹദാഇന് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ടെന്ന. നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ ക്യാൻസർ രോഗം പിടിച്ചവനെടാ, നീ ഒരുപാട് വേദന അനുഭവിച്ചവനല്ലേടാ, നിന്റെ പാവക്ക് അള്ളാഹു പുറത്തു നിൽക്കുന്നു, പോടാ കയറി സ്വർഗത്തിൽ. ക്യാൻസർ രോഗം പിടിച്ചവന് കടന്ന് നരകിച്ചതാ. കിടന്ന കിടപ്പി കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോ നമ്മളൊക്കെ പറയും, ഓനൊക്കെ കളിയാക്കും, എങ്ങനെങ്കിലും മരിച്ചാൽ മതി എന്ന് ദുആ ചെയ്യും. അവൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ, അവൻ ചെയ്ത പാപം മുഴുവൻ ഇവിടെ വെച്ച് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കാം, ഇവിടെ വെച്ച് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കാം. മരിച്ചു പോകുമ്പോ സ്വർഗത്തിൽ പോകുന്ന രീതിയിൽ അവൻ കടന്നു പോകുന്നത്.